പുലർച്ചെ 3 മണിയാകുമ്പോൾ ഉറങ്ങിയ എന്നെ രാവിലെ 6 മണിയാകുമ്പോൾ തന്നെ ലുഡോ കളിക്കാനായി വിളിക്കുകയാണ് അമ്മ. കട്ടയ്ക്ക് താടി വരാനായി കരടി നെയ് തേക്കുന്ന എനിക്ക് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. എന്നാൽ 7 ദിവസമായി ബ്യൂട്ടി പാർലർ കാണാത്ത പെങ്ങൾക്ക് നല്ലപോലെ മീശ വരുന്നുണ്ട്. കടയിൽ സാധനം വാങ്ങാനായി ക്യൂ നിൽക്കുന്ന ഞാൻ ഒരു കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. സഞ്ചികൾ 1 മീറ്റർ അകലത്തിൽ വെച്ച് ജനങ്ങൾ കൂടിയിരുന്ന് കഥ പറയുന്നു. മിക്കവാറും ഈ കൊറോണ വൈറസ് ഇന്ത്യയിൽ വെച്ച് ചിരിച്ചു ചാകും. പ്രഭാത ഭക്ഷണത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഞാനിപ്പോൾ. പറമ്പിൽ ആകെ ബാക്കിയുണ്ടായിരുന്ന തൊട്ടാവാടി കൊണ്ടുള്ള ഒരു ഉപ്മാവാണ് അമ്മ ഇന്ന് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. മുത്തശ്ശിയെടുത്ത് സംസാരിക്കാൻ ചെന്ന എന്നെ കണ്ട മുത്തശ്ശി തുള്ളിച്ചാടി. ഇത്രയും നാൾ മുത്തശ്ശി ധരിച്ചിരുന്നത് ഞാൻ ഊമയായിരുന്നു എന്നാണത്രേ. ഈ ചുമരിലെ പല്ലി എന്തോ ചിലക്കുകയാണ്. അതിന് അപ്പുറത്ത് ചുമരിലെ പല്ലി എന്തോ മറുപടി പറയുന്നുണ്ട്. അതെ, ഇവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് വരെ ഞാൻ സംശയിച്ചു പോകുന്നു. ഇതാണ് കുക്കു. നിലവിൽ എനിക്കുള്ള 5 സുഹൃത്തുക്കളിൽ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഈ ഉറുമ്പ്. ഈ ഉറുമ്പുകൾ ഇപ്പോൾ പൂർണ്ണമായ വംശനാശ ഭീഷണിയിലാണ്. ഞങ്ങൾക്കിപ്പോൾ മാസങ്ങളോ ദിവസങ്ങളോ ആഴ്ചകളോ ഇല്ല. മനോഹരമായ പ്രഭാതവും സുന്ദരമായ വൈകുന്നേരവും അത്രമാത്രം. ഇപ്പൊ പോലീസ് നിർത്താതെ ഓടുന്നുണ്ട്. എന്നെ പിടിക്കാനാ. പോലീസിന് ഇപ്പൊ ആർക്കാ പേടി? പോലീസ് നമ്മൾ സ്ട്രോങ് ആയിട്ടിക്കണം. നമ്മളെന്തിനു പേടിക്കണം? തിരുമാലേ When I popped off and you go get me just a little bit hot. I love you, Noor. I love you. I love you, Noor. I love you. I love you. അങ്ങനെയല്ല, I love you. I love you. ഫീൽ ചെയ്ത് പറയടാ. ഫീൽ ചെയ്ത് I love you. എടാ വികാരത്തോടെ പറയടാ. I love you. രാവിലെ ഉറക്കമുണർന്ന ഞാൻ എന്റെ ഭാര്യയെ കണ്ട് അത്ഭുതപ്പെട്ടു. ദിവസങ്ങളായി ബ്യൂട്ടി പാർലറിൽ പോകാത്ത അവളെ ഞാൻ തിരിച്ചറിഞ്ഞത് അവളുടെ ശബ്ദം കേട്ടാണ്. അമ്മയെ ഭയന്ന് വീട്ടിലെ അലങ്കാര ചെടികൾ ഒളിപ്പിച്ചു വെക്കുകയാണ് ഞാനിപ്പോൾ. വീട്ടിലെ തെങ്ങിന്റെ ഓല കൊണ്ടുവരെ അമ്മ ഇപ്പോൾ ഉപ്പേരി വെക്കുകയാണ്. ദിനം പ്രതിയുള്ള ഇന്റർനെറ്റ് കഴിഞ്ഞതുകൊണ്ട് സമയം കളയുവാനായി അയൽവക്കത്തെ ചേച്ചി തന്റെ ഭർത്താവിനോട് ആദ്യമായി മനസ്സ് തുറന്ന് സംസാരിച്ചതിനെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്. അവരുടെ ഭർത്താവ് വെറും പാവമായിരുന്നു എന്ന് അവരറിഞ്ഞത് ഇന്നലെയാണത്രേ. അമ്മിണിക്ക് വേണ്ടിയുള്ള ചോറ് വാങ്ങിയാണ് ഞാനിപ്പോൾ. ഇന്നലെ പരിചയപ്പെട്ട അയൽ ഗ്രാമത്തിലെ കാക്കയാണ് അമ്മിണി. ഒരു നിമിഷത്തേക്ക് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് തീവണ്ടിയിലാണെന്ന് വരെ ഞാൻ ചിന്തിച്ചു പോകുന്നു. ഇടയ്ക്കിടെ യൂറിൻ പാസ് ചെയ്യാൻ ബാത്റൂമിലേക്ക് പോവുക, ശേഷം ജനലിനടുത്ത് വന്ന് പുറത്തോട്ട് നോക്കി നിൽക്കുക. എത്ര മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇന്നിതുവഴി കടന്നുപോയത് വെറും ആകെ 2 ചരക്ക് ലോറികൾ മാത്രമാണ്. കടലക്കറി ഉണ്ടാക്കുമ്പോൾ ആവശ്യമായ തിളകളുടെ എണ്ണം 4610 ആണ്. 1 ലിറ്റർ പഞ്ചസാര കുപ്പിയിൽ 1,00,000-ലധികം പഞ്ചസാര തരികൾ കൊള്ളും. ഈ മഹാമാരി എന്ന് പോകുമെന്ന് ഭാര്യ ഇടയ്ക്കിടെ പറയുന്നത് കേട്ട് ഞാൻ ആകെ അസ്വസ്ഥനാണ്. ഭാര്യ ഉദ്ദേശിച്ചത് എന്നെയായിരിക്കോ അതോ കൊറോണയായിരിക്കോ? നാളെയുടെ പുലരികൾ കാണാമെന്ന പ്രതീക്ഷയോടെ ചോദിച്ചാ ഞാൻ എങ്ങനെ തരാതിരിക്കുക? എന്തു പറ്റി? കണ്ണിലൊരു കരട് പോയി. കണ്ണി കരട് പോയാ പല്ലിലാവടാ കുത്തുന്നത്. കണ്ണി പോയാ പല്ലിലല്ലാണ്ട് പിന്നെ മൂക്കിലെ കുത്ത. കണ്ണി വീട്ടിൽ യാതൊരുവിധ ഫ്രീഡും ഇല്ല. ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരുളി കണ്ണിനക്ക്. മേലാൽ എന്റെ വീട്ടിനകത്ത് നീ കാല് കുത്തരുത്. കാലും കുത്തും കൈയും കുത്തും. ഞാൻ ഇവിടെ വരും, അവളെ കാണും, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ അവളെ കാണിക്കുകയും ചെയ്യും. ചോര ഉണ്ടെങ്കിൽ തടയടാ. മതിയാ? എന്താ നിർത്തിയ? തല്ലണ, ഇനി തല്ലണ.